ബാക്ക് ടു സൈലോ ലേണിംഗ്. അക്ഷയ് സാർ ആണ്. സോ നമ്മളെ 8th CBSE ബയോളജിയിലെ അവസാനത്തെ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്, റീച്ചിങ് ദ ഏജ് ഓഫ് അഡോളസൻസ്. ആ ചാപ്റ്റർ നമ്മൾ ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ അതിലെ എല്ലാ കോൺസെപ്റ്റും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഈ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ, ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാവണം, കട്ടക്ക് കൂടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സെഷൻ ആണ് നിങ്ങളെ കാത്തു നിൽക്കുന്നത്. സോ വീഡിയോക്ക് ലൈക്ക് ഇടാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവരും എന്ത് ചെയ്യട്ടെ, അവരും പഠിക്കട്ടെ. സോ നമുക്ക് തുടങ്ങാം. റീച്ചിങ് ദി ഏജ് ഓഫ് അഡോളസൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇവിടെ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്. അത് റീച്ചിങ് ദി ഏജ് ഓഫ് അഡോളസൻറ്റ് ഇസ് എ ചാപ്റ്റർ ഇൻ ക്ലാസ് 8 സയൻസ്. നമ്മൾ CBSE സയൻസിലെ ബയോളജി ടോപ്പിക് ആണ് റീച്ചിങ് ദി ഏജ് ഓഫ് അഡോളസൻസ്. that explores the curriculum that explores the significant changes. ഇവർ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കാം, significant changes that occur during adolescence. കൗമാര കാലഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി, പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും കൗമാര കാലഘട്ടത്തിൽ അഡോളസന്റ് പീരീഡിലേക്ക് എത്തുന്ന സമയത്ത്, ടീനേജ് കാലത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്ന, അവർ മാനസികമായി മെന്റലി അവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ്, അഡോളസന്റ് പീരീഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ദിസ് ഫേസ് ഓഫ് ഡെവലപ്മെന്റ് മാർക്ക് ദി ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്ഹുഡ്. അപ്പൊ ഇതുവരെ കുട്ടിയായ അവസ്ഥയിൽ നിന്ന്, കുട്ടികളാണെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് അവരുടെ ശരീരം ഒരു അഡൽട്ട്, പ്രായപൂർത്തിയായ ഒരു അഡൽട്ട്ഹുഡിലേക്ക് മാറുന്ന ഒരു ട്രാൻസിഷൻ, ഒരു ചേഞ്ച് ഫേസ് ആണ് ഈ അഡോളസന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ചാപ്റ്റർ ഡെൽസ് ഇൻ ടു ദ ഫിസിക്കൽ സൈക്കോളജിക്കൽ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് ദിസ് ടൈം. അപ്പൊ ഈ സമയത്ത് ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും സംഭവിക്കുന്ന ഫിസിക്കൽ, ശാരീരികപരമായ മാറ്റങ്ങൾ, സൈക്കോളജിക്കൽ, മാനസികപരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ലെറ്റ്സ് സീ ദ നോട്ട്സ് ഫോർ ദ ചാപ്റ്റർ ഇൻ ദിസ് ഡോക്യുമെന്റ്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, മനസ്സിലാക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, റെഡി അല്ലേ? ഓക്കെ. അത് തന്നെ എന്താണ് അഡോളസൻസ്, എന്താണ് പ്യൂബർട്ടി? അഡോളസൻസ് ആൻഡ് പ്യൂബർട്ടി നമുക്കിവിടെ കാണാം. ദ പീരീഡ് ഓഫ് ലൈഫ്, അത് ശരിക്കും ഒരു കാലഘട്ടമാണ്. പീരീഡ് ഓഫ് ലൈഫ് വെൻ ദ ബോഡി അണ്ടർഗോസ് ചേഞ്ചസ്. നമ്മുടെ ബോഡി എന്ത് ചെയ്യാണ്, ചേഞ്ചസ്, മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ലീഡിങ് ടു റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി. റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി കിട്ടുക. അതായത് ഒരു പെൺകുട്ടിക്ക് അമ്മയാവാനുള്ള കാപ്പബിലിറ്റി കിട്ടുക, ഒരു ആൺകുട്ടിക്ക് അച്ഛനാവാനുള്ള കാപ്പബിലിറ്റി വന്നു ചേരുക. സോ അതിനെയാണ് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അഡോളസൻ ബിഗിൻസ് അറൌണ്ട് ഏജ് ഓഫ് 11 ആൻഡ് ലാസ്റ്റ് അപ് ടു 18 to 19 years of age. 11 വയസ്സിൽ തുടങ്ങി 18-19 വയസ്സുവരെ ഏകദേശം ആവറേജ് നീണ്ടു നിൽക്കുന്ന ഒരു പീരീഡ് ഓഫ് ലൈഫാണ്, ഒരു പീരീഡ് ഓഫ് ടൈമാണ് ഈ അഡോളസെന്റ് എന്ന് പറയുന്നത്. അഡോളസൻസിനെ നമ്മൾ ടീനേജേഴ്സ് എന്ന് പറയാറുണ്ട്. കാരണം 11 മുതൽ 19 വയസ്സെന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നതാണ് 13 മുതൽ 19 അല്ലെ, 13 എന്ന് പറയും നമ്മൾ അല്ലെ. 12 കഴിഞ്ഞാൽ 13, 14, 15, 16, 17, 18, 19, ടീനേജേഴ്സ് എന്ന് നമ്മൾ പറയുന്നു. ഇത് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫോർ ഫീമെയിൽസ്, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അഡോളസൻ ബിഗിൻസ് എ ഇയർ ഓർ 2, 1 വർഷമോ 2 വർഷമോ മുന്നേ തന്നെ, earlier than ബോയ്സ്. അപ്പോ പെൺകുട്ടികളിലാണ് ഈ പ്രായപൂർത്തിയാവുന്നത് വളരെ പെട്ടെന്ന് അല്ലെ. 1-2 വർഷം ആൺകുട്ടികളെക്കാൾ വേഗത്തിൽ പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നു, അഡോളസെന്റ് പീരീഡിലേക്ക് അല്ലെങ്കിൽ അഡോളസൻസ് കൈവരിക്കുകയാണ് ചെയ്യുന്നത്. ദ പീരീഡ് ഓഫ് അഡോളസൻ വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. വ്യക്തിഗതമാണ്, ഓരോ വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമാണ്. ചില ആൾക്കാർ പെട്ടെന്ന് അഡോളസെന്റ് പീരീഡിലേക്ക് എത്തുന്നു, ചില ആൾക്കാർ കുറച്ച് സമയമെടുത്ത് അഡോളസെന്റ് പീരീഡിലേക്ക് എത്തുന്നു. ഓക്കെ, അതിലൊന്നും പ്രശ്നമില്ല. ഇതൊക്കെ ഓരോ വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം എല്ലാ വ്യക്തികളും ഒരുപോലെ അല്ലല്ലോ, വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് പ്യൂബർട്ടി. ഡ്യൂറിങ് അഡോളസൻസ്, അഡോളസെന്റ് കാലഘട്ടത്തിൽ, ഡ്യൂറിങ് അഡോളസൻ ദ ഹ്യൂമൻ ബോഡി എക്സ്പീരിയൻസസ് ന്യൂമറസ് ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ ബോഡിയിൽ അഡോളസെന്റ് പീരീഡിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. സിഗ്നിഫൈങ് ദ ബിഗിനിങ് ഓഫ് പ്യൂബർട്ടി. അതാണ് പ്യൂബർട്ടിയുടെ ഓൺസെറ്റ് അല്ലെങ്കിൽ ആരംഭം എന്ന് പറയുന്നത്.
The primary and significant change during this phase is development of reproductive capabilities in both boys and girls. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, റീപ്രൊഡക്റ്റീവ് കാപ്പബിലിറ്റി ലഭിക്കുകയാണ്. അതായത് പെൺകുട്ടിക്ക് അമ്മയാവാനും ആൺകുട്ടിക്ക് അച്ഛനാവാനും ഒരു കഴിവ്, എബിലിറ്റി, ഒരു കാപ്പബിലിറ്റി ലഭിക്കുകയാണ്. Puberty concludes once an adolescent attain reproductive maturity. പൂർണ്ണമായി റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ അഡോളസെന്റ് പീരീഡ് എൻഡ് ആയി നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, റെഡി? അപ്പോൾ അഡോളസെന്റ് പീരീഡിൽ ആണിനായാലും പെണ്ണിനായാലും ഒരുപാട് തരം മാറ്റങ്ങൾ സംഭവിക്കുന്നതായി നമുക്ക് ഈ സ്ലൈഡിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നമുക്ക് വിശദമായി എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ആദ്യം തന്നെ ഇൻക്രീസ് ഇൻ ഹൈറ്റ് എൻലാർജ്മെന്റ്, ഉയരം വെക്കുക. അപ്പൊ ഒരു വ്യക്തി ഉയരം വെക്കുക എന്ന് പറയുന്നത് കൂടുതലായി സംഭവിക്കുന്നത് വളരെ പെട്ടെന്ന് ഈ ഉയരം വെക്കുന്നത് ഈ അഡോളസെന്റ് പീരീഡിലാണ്. ദർ ഈസ് എ സഡൻ ഇൻക്രീസ് ഇൻ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ ഡ്യൂറിംഗ് പ്യൂബർട്ടി ഡ്യൂ ടു ദി ഇലോങ്ങേഷൻ ഓഫ് ബോൺസ് ഓഫ് ആംസ് ആൻഡ് ലെഗ്സ്. കൈകാലുകളിലെ എല്ലുകൾക്ക് നീളം വെക്കുമ്പോൾ സ്വാഭാവികമായും മൊത്തത്തിലുള്ള ഉയരത്തിന് കാരണമാകുന്നു. സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് സഡൻ ഇൻക്രീസ് ഇൻ ദി ഹൈറ്റ്. ഈവൻ ദോ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ ഡിപ്പെൻഡ് ഓൺ ദി ഇൻഹെറിറ്റഡ് ജീൻ, ഈറ്റിംഗ് ഹാബിറ്റ്സ്, എക്സർസൈസ് ഡ്യൂറിങ് അഡോളസെന്റ് ഓൾസോ ഡിസൈഡ്സ് ഹൈറ്റ്. സാധാരണ രീതിയിൽ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്നത് വ്യക്തിയുടെ ജീനുകൾ നിയന്ത്രിക്കുന്നതാണ്, DNA ജീനുകൾ നിയന്ത്രിക്കുന്നതാണ്, പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ പോലും നമ്മുടെ ഭക്ഷണശീലം, നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നമ്മൾ ഈറ്റിംഗ് ഹാബിറ്റ്, അതുപോലെ തന്നെ വ്യായാമം, എക്സർസൈസ്, കൃത്യമായിട്ടുള്ള എക്സർസൈസ്, ഇതൊക്കെ തന്നെ നമ്മുടെ ഹൈറ്റിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി അഡോളസെന്റ് പീരീഡിൽ നമ്മുടെ ഹൈറ്റിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മറ്റു ഫീച്ചേഴ്സ് ആണ്. ഇനീഷ്യലി ഗേൾസ് ഗ്രോ ഫാസ്റ്റർ ദാൻ ബോയ്സ്. തുടക്കത്തിൽ എപ്പോഴും ഗേൾസ് ആണ് ബോയ്സിനേക്കാൾ വളരെ പെട്ടെന്ന് വളരുക. പക്ഷേ ബോയ്സ് അറ്റൈൻ മാക്സിമം ഹൈറ്റ് ബൈ ഏജ് ഓഫ് 18 years. ഒരു 18 വയസ്സാകുമ്പോൾ ബോയ്സും ഗേൾസും ഏകദേശം ഒരേ ഹൈറ്റിലേക്ക് എത്തും. 18 വയസ്സാകുമ്പോഴേക്കും ബോയ്സ് അവരുടെ മാക്സിമം ഹൈറ്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ചേഞ്ച് ആണ്, ഇൻക്രീസ് ഇൻ ഹൈറ്റ് അഡോളസെന്റ് പീരീഡിലെ. പിന്നെ ചേഞ്ചസ് ഇൻ ബോഡി ഷേപ്പ് വ്യത്യാസമുണ്ട്. ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ ബോഡി ഷേപ്പ് ബോയ്സിന്റെ ഗേൾസിന്റെ ഡിഫറെന്റ് ആണ്. ബോയ്സിന്റെ കേസ് വരുന്ന സമയത്ത് ഈ ഷോൾഡർ നല്ല ബ്രോഡർ ഷോൾഡർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, റെഡി അല്ലേ? മസിൽസ് നന്നായിട്ട് വളരും. ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഇടുപ്പെല്ല്, അവരുടെ ഹിപ്പ് റീജിയൻ, അവരുടെ അരക്കെട്ടിന്റെ ഭാഗം വൈഡൻ ആവും. കാരണം അവരാണ് എന്ത് ചെയ്യേണ്ടത്, കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ടത്. അപ്പൊ കുഞ്ഞുങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സ്ഥലം വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഇടുപ്പ് കുറച്ച് വലുതാണ്. ഇൻ ബോയ്സ് ഷോൾഡർ ബ്രോഡൻ, മസിൽസ് ഓഫ് ദ ബോഡി ഗ്രോ മോർ പ്രൊമിനന്റ്ലി ദാൻ ഇൻ ഗേൾസ്. ഫോർ ഗേൾസ് ദർ ഈസ് വൈഡനിങ് ഓഫ് ദ റീജിയൻ ബിലോ ദ വേസ്റ്റ് ആൻഡ് ലെസ് ഗ്രോത്ത് ഓഫ് മസിൽ. അപ്പൊ ഗേൾസിന്റെ കേസിൽ ഗ്രോത്ത് ഓഫ് മസിൽസ് ലിമിറ്റഡ് ആണ്, പക്ഷെ ഹിപ്പ് വൈഡനിങ് അല്ലെ, വേസ്റ്റിന്റെ ആ റീജിയൻ അല്ലെ, ബിലോ ദ വേസ്റ്റ്, അരക്കെട്ടിന് താഴെ അവർക്ക് വീതി എന്ത് ചെയ്യുന്നു, കൂടുന്നു. അടുത്തൊരു ചേഞ്ച് ആണ് വോയിസ് ചേഞ്ച്. പറയുകയാണെങ്കിൽ നമ്മുടെ സൗണ്ട്, വെൻ വി സ്പീക്ക് സംതിങ്, ദ സൗണ്ട് വിച്ച് വി ഹിയർ ഇസ് ഫ്രം ദി വോയിസ് ബോക്സ് ഓർ ദി സൗണ്ട് ബോക്സ്. ഓക്കെ, ഈ വോയിസ് ബോക്സ് അഥവാ ലാരിങ്സ് ഇറ്റ് സ്റ്റാർട്ട് ടു ഗ്രോ ഡ്യൂറിംഗ് അഡോളസെന്റ് പീരീഡ്, ഡ്യൂറിംഗ് പ്യൂബർട്ടി. ദ വോയിസ് ബോക്സ്, ദ ആദംസ് ആപ്പിൾ അല്ലെ, ഇത് നമ്മൾ ആദംസ് ആപ്പിൾ നമ്മൾ ആണുങ്ങളിൽ പുറത്തേക്ക് പുറത്തുവിടുന്നത് കാണും. അത് ഈ ലാരിങ്സ് ആണ്. ഈ ലാരിങ്സ് അഥവാ ഈ വോയിസ് ബോക്സ് എന്ത് ചെയ്യുന്നു, വളരുന്നു. ബോയ്സിന്റെ കേസിൽ വളർന്നുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് ബൾജ് ചെയ്ത് കാണാം. അതിനെയാണ് ആദംസ് ആപ്പിൾ എന്ന് പറയാം ബോയ്സിന്റെ കേസിൽ. During puberty, it's been noticed that voice of boys start cracking. അതുകൊണ്ട് തന്നെ വോയിസ് ക്രാക്ക് ചെയ്തു. Their voice box or larynx start to grow. The increase in size of vocal box in boys is seen prominent protrusion in the neck. The protrusion is called Adam's apple. ഈ പ്രൊട്രൂഷൻ എന്നൊക്കെ കാണാം, ആദംസ് ആപ്പിൾ എന്നാ പറയാം. ഇനി ഗേൾസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇത് ഡീപ്ലി ആണ്. ഈ ഗ്രോത്ത് അങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്നില്ല, ഡീപ്ലി ആണ് പ്രൈസ് ചെയ്തില്ല, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. ഇൻ ഗേൾസ് ശ്രദ്ധിച്ചോ, in girls, larynx is hardly visible from outside because of its smaller size. Generally, girls have high pitched voice. Okay, ചെവി തുളച്ച് കയറുന്ന രീതിയിലെ സൗണ്ട് ആണ്. ബോയ്സ് ഹാവ് low pitched voice ആണ്, deep voice ആണ്. In adolescent boys, sometimes muscles of the growing voice box go out of control. മസിൽസിന്റെ കൺട്രോൾ നഷ്ടപ്പെടുമ്പോൾ ആ വെള്ളി ഉണ്ടാവും, ഹോഴ്സ് സൗണ്ട്. ഓക്കെ, the voice becomes hoarse. This state may remain for few days. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നോർമൽ ആവും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയം. അടുത്തതായിട്ട് ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്. സോ യു നോ ദാറ്റ് ഈ കൗമാര കാലഘട്ടത്തിൽ, എസ്പെഷ്യലി നിങ്ങൾ കൗമാര കാലഘട്ടത്തിലുള്ള മക്കളാണ്, സോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് അമിതമായ വിയർപ്പും ഓയിലി ആവുന്ന അവസ്ഥ, സ്കിൻ ഓയിലി ആവുന്ന അവസ്ഥ. സ്കിൻ ഓയിലി ആവാൻ കാരണം സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് നമ്മുടെ സ്കിന്നിലുണ്ട്.
അത് ഓയിലി സെക്രീഷൻ സെക്രീറ്റ് ചെയ്ത് സ്കിൻ ഓയിലി ആക്കി മാറ്റുവാണ്. ശരിക്കും ഒരു ഡിഫെൻസീവ് പ്രൊസീജിയർ ആണ്. പക്ഷെ അത് ആ ഓയിലി ടെക്സ്ചർ കൂടുതലായി വരുന്നത് കൗമാര കാലഘട്ടത്തിലുള്ള കുട്ടികൾക്കാണ്. സോ കൗമാരകാലം അഥവാ അഡോളസെന്റ് പീരീഡിലുള്ള പ്യൂബർട്ടി പീരീഡിലുള്ള കുട്ടികളിൽ സ്വെറ്റ് ആയാലും സെബം ആയാലും കൂടുതലായി നിർമ്മിക്കപ്പെടുകയും ഇത് സ്കിൻ ഓയിലി ആക്കി മാറ്റുകയും ചെയ്യുന്നു. അതുപോലെ ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെബം ബ്ലോക്ക് ആകുന്ന സമയത്ത് അവിടെ പിമ്പിൾസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുമുണ്ട്. ഡ്യൂറിംഗ് പ്യൂബർട്ടി there is an increase in secretion of sweat gland and sebaceous gland which may lead to appearance of acne and pimple. അതാണ് അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ആയി പറയുന്നത്, ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്. ദെൻ ഡെവലപ്മെന്റ് ഓഫ് സെക്സ് ഓർഗൻസ്. അപ്പൊ നമ്മുടെ കുട്ടികൾ ഈ അഡോളസെന്റ് പീരീഡിൽ എത്തുമ്പോൾ അവർ നോട്ടീസ് ചെയ്യുന്ന മറ്റൊരു ചേഞ്ച് ആണ് അവരുടെ സെക്സ് ഓർഗൻസ് ഡെവലപ്ഡ് ആവുന്നുണ്ട്. സം ചേഞ്ചസ് ആർ ഹാപ്പനിങ് ടു ദെയർ സെക്സ് ഓർഗൻസ്. അറ്റ് പ്യൂബർട്ടി മെയിൽ സെക്സ് ഓർഗൻ ലൈക്ക് ടെസ്റ്റിസ് അതുപോലെ തന്നെ പെനീസ് ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ടെസ്റ്റിസ് സ്പേം പ്രൊഡ്യൂസ് ചെയ്ത് അത് ഇജാക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ പ്രൊഡ്യൂസിങ് സ്പേം, ഓക്കെ, സ്പേം പ്രൊഡക്ഷൻ, സ്പെർമാറ്റോജനസിസ് സംഭവിക്കുകയാണ് ബോയ്സിന്റെ കേസിൽ. ഗേൾസിന്റെ കേസിൽ ഓവറികൾ എൻലാർജ് ചെയ്ത് ഓവുലേഷൻ, എഗ് അഥവാ ഓവം റിലീസ് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ അവരുടെ സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ആയത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ അടുത്തത് ഈ ഒരു പീരീഡിൽ മെന്റൽ മെച്യൂരിറ്റി, ഇന്റലക്ച്വൽ മെച്യൂരിറ്റി, ഇമോഷണൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത്. അഡോളസൻസ് ആർ മോർ ഇൻഡിപെൻഡന്റ്. അവര് കൂടുതൽ ഈ അഡോളസെന്റ് പീരീഡിൽ എത്തുന്ന ആൾക്കാർ അവർ ചിന്തിക്കുന്ന കാര്യം ആരെയും ആശ്രയിക്കാതെ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കണം എന്ന് ജീവിക്കുന്നവരാണ്. ആൻഡ് ഓൾസോ ദേ ആർ സെൽഫ് കോൺഷ്യസ് ദാൻ ഏർലിയർ. മുന്നേ ഉണ്ടായ പോലെ അല്ല, അവർ കുറച്ചുകൂടി സ്വയം ബോധവാന്മാരാണ്. ദേ ടെൻഡ് ടു തിങ്ക് മോർ. അവർ കൂടുതലായി ചിന്തിക്കും. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവരുടെ ബ്രെയിൻ അത്രയും വൈബ്രന്റ് ആയി പ്രവർത്തിക്കുന്ന സമയമാണ്. കുറെ കാര്യങ്ങൾ അവർ പഠിക്കേണ്ട അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട്. ഫീലിംഗ് ഇൻസെക്യൂർ വെൻ വൈൽ ട്രൈങ് ടു അഡ്ജസ്റ്റ് ടു ചേഞ്ചസ് ഇൻ മൈൻഡ് ദ ബോഡി ഈസ് പ്രോമിനന്റ്. അതായത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർക്കറിയാം ഇവരുടെ ബോഡിയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിലൂടെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികളെ, അതായത് ഈ അഡോളസെന്റ് ആയിട്ടുള്ള കുട്ടികളെ അവരെ നമ്മൾ കുട്ടികളായി, സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്. സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ അവരവരെ കുട്ടികളായിട്ട് കാണുന്നില്ല, എന്നാൽ മുതിർന്നവരായിട്ട് കാണുന്നുണ്ടോ? അങ്ങനെയും കാണുന്നില്ല, അഡൽട്ടായിട്ടും കാണുന്നില്ല. സോ ഒരു ഐഡന്റിറ്റി എന്നുള്ളൊരു പ്രശ്നം അവിടെ നമ്മൾ സമൂഹം, നമ്മുടെ സൊസൈറ്റി കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവർക്കത് വലിയൊരു പ്രശ്നം അവർക്ക് ആ ഒരു കാലഘട്ടത്തിൽ ചില ആളുകൾക്കെങ്കിലും ഉണ്ടാവും എന്നത് ഒരു സത്യമായ കാര്യമാണ്. ഡ്യൂറിങ് അഡോളസെന്റ് എ പേഴ്സൺ ബ്രെയിൻ ഹാസ് ദ ഗ്രേറ്റസ്റ്റ് കപ്പാസിറ്റി ഓഫ് ലേണിംഗ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വൈബ്രന്റ് ബ്രെയിൻ ആയിരിക്കും. വളരെ പെട്ടെന്ന് കുറെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു മോഹം, ഒരു ആഗ്രഹം കൗമാര കാലഘട്ടത്തിലെ കുട്ടികൾക്കുണ്ട്. സോ അത് നല്ല സോഴ്സിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. തെറ്റായ സോഴ്സിൽ നിന്ന് തെറ്റായ ഇൻഫോർമേഷൻസ് അവർ അക്വയർ ചെയ്യുമ്പോഴാണ് പ്രോബ്ലംസ് വരുന്നത്. കപ്പാസിറ്റി ഓഫ് ലേണിംഗ് ഉണ്ടെങ്കിൽ പോലും നല്ല കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി, നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടി, നല്ലതിലേക്ക് പോകാൻ വേണ്ടി അവർ ശ്രമിക്കുകയും അവര് നല്ല കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. സോ അടുത്തൊരു കാര്യമാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ എന്ന് പറയുന്നത് നമുക്ക് ആൺ പെണ്ണ് വ്യത്യാസം തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഫീച്ചറാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്ന് ഒരാൾ ആൺകുട്ടിയാണ്, ഇത് പെൺകുട്ടിയാണ് എന്ന് വളരെ പെട്ടെന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ നമ്മളെ സഹായകരമാകുന്ന ഫീച്ചറാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിന്റെ മറ്റൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്ട് ചെയ്യാം. if he is a male, he will be like trying to attract a female. If she is a female, she will be trying to attract a male. ആ ഒരു ആസ്പെക്ട് entire animal കിങ്ഡത്തിൽ നിങ്ങൾക്ക് കാണാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ കൺസിഡറിങ് ലയൺ ആൻഡ് ലയണസ്, അതായത് ആൺസിംഹം പെൺസിംഹം കൺസിഡർ ചെയ്യാം. ആൺസിംഹത്തിന് സട അല്ലെ, തിക്ക് ഫർ ഉണ്ട് തലക്ക് ചുറ്റിലും. സോ ഇറ്റ്സ് ജസ്റ്റ് ടു അട്രാക്ട്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ആണ്. ഇറ്റ് വിൽ ബി അട്രാക്ടിങ് ദി ഓപ്പോസിറ്റ് സെക്സ്. പിന്നെ നമ്മുടെ ഹെന്നും കോക്കും, കോഴിയും പെടക്കോഴിയും പൂവൻകോഴിയും. പൂവൻകോഴിക്ക് നല്ല പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടു അട്രാക്ട് ദി ഓപ്പോസിറ്റ് സെക്സ്. ദെൻ പീകോക്ക് ആൻഡ് പീഹെൻ. പീകോക്കിന് നല്ല എന്തുണ്ട്, തൂവലുണ്ട്, ഇറ്റ് വിൽ ഡാൻസ് അല്ലെ, അതിങ്ങനെ വിടർത്തിയിട്ട് ഇറ്റ് വിൽ ഡാൻസ് ടു അട്രാക്ട് ദി ഓപ്പോസിറ്റ് സെക്സ്. ഓക്കെ, റെഡി. അപ്പൊ ഇവിടെ മനുഷ്യരുടെ കേസിലുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ, ദ ക്യാരക്ടർ ഡെവലപ്പ് പ്രോമിനന്റ്ലി ഡ്യൂറിംഗ് അഡോളസെന്റ്, വിച്ച് ഹെൽപ്പ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ
They're called as secondary sexual characteristics. Some of the characters are listed below. In female, breast enlargement, breast begins to develop. അപ്പോൾ ബ്രസ്റ്റ് എൻലാർജ്മെന്റ് സംഭവിക്കുന്നു, ബ്രസ്റ്റിന്റെ അകത്ത് മാമറി ഗ്ലാൻഡ് വളരുന്നു. അതായത് ഈ പെൺകുട്ടികളാണ് ഭാവിയിൽ ഇൻ ഫ്യൂച്ചർ ദേ വിൽ ബിക്കം മദർ. സോ they need to nourish their babies. അവരുടെ കുട്ടികളെ പിന്നെ നറിഷ്മെന്റ് കൊടുക്കണം, പാല് കൊടുക്കണം. സോ അതിനുവേണ്ടി ബ്രസ്റ്റ് എൻലാർജ് ചെയ്യും ആരില്, ഇൻ കേസ് ഓഫ് ഫീമെയിൽസ്. ദെൻ ഹെയർ ഗ്രോത്ത് അണ്ടർ ആംസ് ആൻഡ് പ്യൂബിക് റീജിയൻസ്. അതായത് കക്ഷം, ആം റീജിയൻ അല്ല അണ്ടർ ആംസിൽ അല്ലെ, അണ്ടർ ആംസിൽ എന്ത് ചെയ്യും, ഹെയർസ് ഗ്രോ ചെയ്യും. അതുപോലെ തന്നെ പ്യൂബിക് റീജിയൻ, അവരുടെ പ്രൈവറ്റ് ഏരിയാസിലും ഈ ഹെയർ ഗ്രോത്ത് സംഭവിക്കുന്നു. മെയിലിന്റെ കേസ് പറയുമ്പോൾ ബിഗിൻ ടു ഗ്രോ ഫേഷ്യൽ ഹെയർസ്. ഫേഷ്യൽ ഹെയർ എന്ന് പറയുമ്പോൾ മീശ താടിയാണ്. മുസ്താഷ് ആൻഡ് ബിയാർഡ്. ഹെയർസ് ഓൺ ദ ചെസ്റ്റ്, നെഞ്ചിൽ രോമങ്ങൾ ഉണ്ടാവും. ആംപിറ്റ്, കക്ഷത്തിൽ രോമങ്ങളുണ്ട്. പ്യൂബിക് റീജിയൻ, അവരുടെ പ്രൈവറ്റ് ഏരിയാസിൽ എന്തുണ്ടാവും, രോമ വളർച്ച ഉണ്ടാവുന്നു. സോ ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് ചേഞ്ചസ് കൊടുത്തിരിക്കുന്നു ബോയ്സിന്റെ കേസിലും ഗേൾസിന്റെ കേസിലും. ആദ്യം ബോയ്സിന്റെ കേസ് ജസ്റ്റ് നോക്കാം എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പ്യൂബർട്ടി പീരീഡിൽ 10 വയസ്സുകാരൻ 16 വയസ്സുകാരനായപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. സൗണ്ട് ബോക്സ് ലാരിങ്സ് ഇൻക്രീസ് ചെയ്തു, പ്രൊട്രൂഡ് ചെയ്തു. ആദംസ് ആപ്പിൾ ഡീപ്പനിങ് ദ വോയിസ്. സ്കെലിറ്റൽ മസിൽ മൂവ്മെന്റ്, മസിൽസ് കൂടുതൽ ഡെവലപ്പ് ചെയ്തു. ഗ്രോത്ത് ഓഫ് പ്യൂബിക് ഹെയർ, ആംപിറ്റ് ഹെയർ, ബോഡി ഹെയർ ഇൻക്ലൂഡിംഗ് ഫേഷ്യൽ ഹെയർ, മീശ താടിയൊക്കെ വന്നു. ഫർദർ ഡെവലപ്മെന്റ് ഇൻക്ലൂഡ് എൻലാർജ്മെന്റ് ഓഫ് ടെസ്റ്റിസ്, സ്ക്രോട്ടം, പെനിസ്, ഗ്ലാൻഡ് ഓഫ് റീപ്രൊഡക്റ്റീവ് എല്ലാം ഡെവലപ്പ് ചെയ്തു. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഓഫ് സ്പേം ഔട്ട്സൈഡ് ഓഫ് സെക്ഷൽ ഇന്റർകോഴ്സ്, ഇറക്ഷൻ ആൻഡ് ഡിസ്ചാർജ് ഓഫ് സെമൻ. അതായത് നമ്മുടെ സെമൻ അല്ലെങ്കിൽ ഈ സ്പേം പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ലൈംഗിക അവയവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. ടെസ്റ്റിസ് ആയാലും പെനീസ് ആയാലും അതുമായി ബന്ധപ്പെട്ട ഗ്ലാൻഡുകളായാലും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു. ഇറക്ഷൻ തുടങ്ങുകയാണ്. ഓക്കെ, ദെൻ ജനറൽ ചേഞ്ചസ് ഇൻ ബിഹേവിയർ അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ്ഡ് സെക്സ് ഡ്രൈവ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഫീമെയിലിന്റെ കേസ് പറയുകയാണെങ്കിൽ ഫീമെയിലിന്റെ കേസിൽ വരുന്ന മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രസ്റ്റ് എൻലാർജ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ പെൽവീസ്, നമ്മുടെ പെൽവിക് റീജിയൻ എന്ത് ചെയ്യുന്നു, വീതി കൂടുന്നു, അരക്കെട്ടിന്റെ അവിടെ വീതി കൂടുന്നു. ഗ്രോത്ത് ഓഫ് പ്യൂബിക് ഹെയർ ആൻഡ് ആംപിറ്റ് ഹെയർ, കക്ഷത്തിലെയും പ്രൈവറ്റ് ഏരിയാസിലെയും രോമ വളർച്ച. എൻലാർജ്മെന്റ് ഓഫ് വജൈന ആൻഡ് യൂട്രസ് പോലുള്ളവ വികസിക്കുന്നു. മെച്ചുറേഷൻ ഓഫ് ഓവറി മെച്ചുവേർഡ് ആവുന്നു. ഓവം റിലീസ് ചെയ്യുന്നു. മെൻസ്ട്രേഷൻ ഉണ്ടാവുന്നു. ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ് അണ്ടർ ബട്ടോക്സ് ആൻഡ് തൈസ്, അപ്പോൾ തുടയിലും ഒക്കെ ആയിട്ട് ഫാറ്റ് ഡിപ്പോസിഷൻ ഉണ്ടാവുന്നു. ചേഞ്ചസ് ഇൻ ബിഹേവിയർ അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ്ഡ് സെക്സ് ഡ്രൈവ് ഇവിടെയും സംഭവിക്കുന്നു. ഇനി റോൾ ഓഫ് ഹോർമോൺ ഇൻ ഇനിഷ്യേറ്റിംഗ് റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആദ്യം മനസ്സിലാക്കേണ്ടത് മെയിലിന്റെ സെക്സ് ഹോർമോൺ ഏത്, ഫീമെയിലിന്റെ സെക്സ് ഹോർമോൺ ഏതെന്ന് ആദ്യം മനസ്സിലാക്കാം. മെയിലിന്റെ സെക്സ് ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. ടെസ്റ്റോസ്റ്റിറോൺ ഇവിടെയുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസ് ആണ്. ഇത് സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഓക്കെ, ടെസ്റ്റിസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആണിൽ. പെണ്ണിന്റെ കേസിലുള്ള സെക്സ് ഹോർമോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ഈസ്ട്രോജൻ. എന്താണ്? ഈസ്ട്രോജൻ. അത് റിലീസ് ചെയ്യുന്നത് ഓവറീസ് ആണ്. എന്ത് പറയുന്നത്? ഓവറീസ്. സോ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ടെസ്റ്റോസ്റ്റിറോണും ഓവറി ഈസ്ട്രോജനും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ബിഫോർ ദാറ്റ് ടെസ്റ്റിസും ഓവറിയും സ്റ്റിമുലേറ്റഡ് ആവണം. സ്റ്റിമുലേറ്റഡ് മീൻസ് ടു ഗെറ്റ് എക്സൈറ്റേഷൻ സംഭവിക്കണം. ടെസ്റ്റിസിലായാലും ഓവറിയിലായാലും ആ ഒരു സ്റ്റിമുലേഷൻ കിട്ടണം. സ്റ്റിമുലേഷൻ കിട്ടണമെങ്കിൽ അതിൽ സഹായിക്കുന്നത് വേറെ ഹോർമോണാണ്. ഗൊണാഡോട്രോപിക് ഹോർമോൺ എന്ന് പറയും. ഗൊണാഡോട്രോപിക് ഹോർമോൺ. ഓക്കെ, തൽക്കാലം ഇങ്ങനെ പറയാം, GTH, ഗൊണാഡോട്രോപിക് ഹോർമോൺ. അപ്പൊ ഗൊണാഡോട്രോപിക് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ് ടെസ്റ്റിസിനെയും ഓവറിനെയും സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഗ്ലാൻഡ് പ്രസന്റ് ഇൻ ദി ബ്രെയിൻ ആണ്. ബ്രെയിനിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓക്കെ, ഹൈപ്പോതലാമസിന്റെ താഴേറ്റ് കാണും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വിൽ പ്രൊഡ്യൂസ് എ ഹോർമോൺ. ഓക്കെ, ഇറ്റ്സ് കോൾഡ് ഗൊണാഡോട്രോപിക് ഹോർമോൺ. That hormone is responsible for the stimulation of testis and ovary. Testis in the male, ovary in the female. It will stimulate. Once testis and ovary get stimulated, testis will be able to produce testosterone. Ovary will be able to produce estrogen. Clear അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഒരു പ്രത്യേകത, these are hormones like testosterone ആയാലും ഈസ്ട്രോജൻ ആയാലും ഇതൊക്കെ ഹോർമോൺസ് ആണ്.
ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ പാസ് ചെയ്യുന്നത് ത്രൂ ബ്ലഡ് സ്ട്രീം ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ആണിന്റെ കേസിലെ ടെസ്റ്റോസ്റ്റിറോൺ ആയാലും പെണ്ണിന്റെ കേസിലെ ഈസ്ട്രോജൻ ആയാലും ദ റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. ഈ ബ്ലഡ് ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് ഈ ഹോർമോൺ ആക്ട് ചെയ്യേണ്ട സെല്ലുണ്ട്, ഹോർമോൺ ആക്ട് ചെയ്യേണ്ട ഭാഗം, ബോഡിയുടെ ഭാഗം അല്ലെങ്കിൽ സെല്ല്, അതിനെ നമ്മൾ വിളിക്കുന്നത് ടാർഗറ്റ് സെൽ എന്നാണ്, അല്ലെങ്കിൽ ടാർഗറ്റ് സൈറ്റ്. ആ ബ്ലഡിലൂടെ ഈ ഹോർമോൺ എടുത്തും ടാർഗറ്റ് സൈറ്റിലെത്തും. എന്നിട്ട് ഹോർമോണിന്റെ ആ ഒരു ഫങ്ഷനിങ് അത് ചെയ്യും. സ്റ്റിമുലേറ്റ് ദ ചേഞ്ചസ് ഇൻ ദ ബോഡി അറ്റ് ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, റെഡി, സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ. റീപ്രൊഡക്റ്റീവ് ഫേസ് ഓഫ് ലൈഫ് ഇൻ ഹ്യൂമൻ ഒന്ന് ശ്രദ്ധിച്ചോ. അഡോളസെന്റ് ബിക്കം capable of reproduction when their testis and ovary begin to produce gametes. ടെസ്റ്റിസും ഓവറിയും ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങാണ്. ഗമീറ്റ് എന്ന് പറഞ്ഞാൽ സെക്സ് സെല്ലാണ്. അതായത് ടെസ്റ്റിസിന്റെ കേസിലുള്ള ഗമീറ്റ്, ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ് എന്ന് പറയുന്നത് സ്പേമാണ്. ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ് എന്ന് പറയുന്നത് ഓവം അഥവാ എഗ് ആണ്. അപ്പൊ സ്പേമും ഓവം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അഡോളസെന്റ് പീരീഡ് വന്നു എന്ന് നമ്മൾ പറയാം. ഇൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഫേസ് ഓഫ് ലൈഫ് ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി 10 to 12 years of age, okay, and generally last till the age of 45 to 50. അപ്പോൾ 10 മുതൽ 12 വയസ്സിൽ തുടങ്ങി 45-50 വയസ്സിൽ അവസാനിക്കുകയാണ് പെൺകുട്ടികളുടെ റീപ്രൊഡക്റ്റീവ് ഫേസ്. ഓവർ മെച്യൂർ ആൻഡ് ഈസ് റിലീസ്ഡ് ബൈ വൺ ഓഫ് ദി ഓവറീസ് വൺസ് ഇൻ അബൌട്ട് 28 to 30 days. അപ്പൊ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസത്തിലും ഒരു ഓവമാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുക. അവരുടെ ഓവറി ഒരു മാസം അല്ലെങ്കിൽ 28 ദിവസങ്ങൾ കൂടുമ്പോൾ ഒരു ഓവമാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ 28-30 ദിവസം കൂടുമ്പോൾ ഒരു മെച്യൂർ ഓവം അവർ റിലീസ് ചെയ്യുന്നു. ഡ്യൂറിങ് ദിസ് പീരീഡ് യൂട്രസ് ബിക്കം തിക്ക്. അപ്പൊ അങ്ങനെ ഓവം റിലീസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അവരുടെ യൂട്രസ്, അവരുടെ ഗർഭപാത്രത്തിന്റെ ഏറ്റവും അകത്തുള്ള വാളായ എൻഡോമെട്രിയം എന്താവുന്നു, തിക്കാവുന്നു. സോ ആസ് ടു റിസീവ് മെച്യൂർ ഓവ. ആ മെച്യൂർ ഓവ ഫെർട്ടിലൈസ്ഡ് ആയി കഴിഞ്ഞാൽ അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് തടിച്ചു കുടുക്കി വരുന്നത്. എ ഫെർട്ടിലൈസ്ഡ് എഗ് ഡെവലപ്സ് പ്രഗ്നൻസി. അപ്പൊ എഗ് ഫെർട്ടിലൈസ്ഡ് ആയാൽ, ഫെർട്ടിലൈസ്ഡ് ആയാൽ നമുക്കറിയാം സ്പേമുമായി ഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയിലേക്ക് വരുന്നു. അപ്പൊ കുഞ്ഞിന് വളരാനുള്ള ഒരു സാഹചര്യമാണ് യൂട്രൈൻ വാള് സൃഷ്ടിക്കുന്നത്. ഇനി ഇൻ കേസ് ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ, സ്പേം ഫ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അൺഫെർട്ടിലൈസ്ഡ് ആണ് എഗ് അല്ലെ, അൺഫെർട്ടിലൈസ്ഡ് എഗ് എന്ത് ചെയ്യും, അത് ഡിസ്ചാർജ് ചെയ്തു പോകും. ഈ ഗർഭപാത്രത്തിന്റെ വാൾസ് നേരത്തെ പറഞ്ഞ തിക്കൻഡ് ആയിട്ടുണ്ട്. ആ തിക്കൻഡ് ലൈനിങ്ങും ഈ ബ്ലഡും എസൽസും ഒക്കെ പൊട്ടിക്കൊണ്ട് മ്യൂക്കസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, വജൈനയിലൂടെ പുറത്തേക്ക് പോകുന്നു. Unfertilized egg along with the thickened lining of uterus, blood vessels are shed off in the form of bleeding. അത് ബ്ലീഡിങ് പോലെ. ഇൻ വുമൺ വൺസ് ഇൻ അബൌട്ട് 28 to 30 days. 28-30 ദിവസം കഴിയുമ്പോൾ, ഓരോ ഈ ഇടവേള കഴിയുമ്പോൾ, ഓരോ മാസം ഇടവേള കഴിഞ്ഞതിന് ശേഷം ഈ ബ്ലഡും ഈ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗും ഈ ബ്ലഡ് വെസൽസും എല്ലാം കൂടി, മ്യൂക്കസും എല്ലാം കൂടി വജൈനയിലൂടെ പുറത്തേക്ക് പോവാണ് ബ്ലീഡിങ് പോലെ. അതിനെയാണ് എന്ത് പറയാ, മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. മെൻസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ യങ് വുമൺ, യങ് ലേഡി അല്ലെങ്കിൽ യങ് ഗേൾസിൽ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷൻ ഇൻ യങ് ഫീമെയിൽസ് ഡ്യൂറിങ് പ്യൂബർട്ടി. അതിനെ മെനാർക്കി എന്നാണ് പറയാ. എന്താ പറയാ, മെനാർക്കി. ഇനിഷ്യൽ മെൻസ്ട്രൽ ഫ്ലോ ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി. അതിനെ മെനാർക്കി എന്ന് പറയും. എന്താ പറയാ, മെനാർക്കി എന്ന് പറയും. മെനാർക്കി എന്ത് പറയണം നമ്മള്, മെനാർക്കി. റെഡി അല്ലേ? അയ്യോ സോറി, മെനാർക്കി. റെഡി അല്ലേ? പിന്നെന്താ പറയുന്നത്, പിന്നെ മാറ്റട്ടെ. സ്റ്റോപ്പേജ്. സ്റ്റോപ്പേജ് നിർത്തുക. മെൻസ്ട്രേഷൻ സൈക്കിൾ, മെൻസ്ട്രേഷൻ നിന്നു അല്ലെ, മെൻസ്ട്രേഷൻ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്തു. അത് 45-50 വയസ്സാകുമ്പോൾ സ്ത്രീകളിൽ മെൻസ്ട്രേഷൻ നടക്കുന്നില്ല, സ്റ്റോപ്പായി. അതിനെ മെനോ പൗസ്, പൗസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാണ് അല്ലെ, പൗസ്. ഇനിഷ്യലി മെൻസ്ട്രൽ സൈക്കിൾ മേ ബി ഇറഗുലർ. തുടക്കത്തിൽ ഇറഗുലർ ആയിരിക്കും. 28 ദിവസം കൂടുമ്പോൾ നടക്കണം എന്ന് പറയുന്ന മെൻസ്ട്രേഷൻ ഈ തുടക്കത്തിൽ യങ് ഗേൾസിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, അത് കറക്റ്റ് 28 ഡേയ്സിൽ തന്നെ സംഭവിക്കണമെന്നില്ല, കുറച്ച് ചിലപ്പോൾ നീണ്ടുപോവാം, ഇറഗുലർ ആയിരിക്കും. പക്ഷെ കുറച്ച് കാലത്തിന് ശേഷം അതെന്താവും, റെഗുലർ ആവും. ഇറ്റ് ടേക്സ് സം ടൈം ടു ബിക്കം റെഗുലർ. പിന്നീട് അങ്ങോട്ട് എന്തായിരിക്കും, റെഗുലർ ആയിട്ടുള്ള മെൻസ്ട്രേഷൻ സംഭവിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ഹൗ ഈ സെക്സ് ഓഫ് ദ ബേബി ഡിറ്റർമൈൻഡ് എന്ന് പറയുന്ന ഒരു പോർഷൻ. ഓക്കെ, അതാണ് നമുക്കിനി നോക്കാനുള്ളത്. ആദ്യം മക്കളെ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യന്റെ കേസിൽ 46 നമ്പർ ഓഫ് ക്രോമോസോംസ് ആണ് ഉള്ളത്. ഓക്കെ, 46 നമ്പർ ഓഫ് എന്തുണ്ട് മക്കളെ, ക്രോമോസോം. ഇതറിയാലോ, ഇതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. 46 നമ്പർ ഓഫ് ക്രോമോസോം. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം 23 പെയേഴ്സ് ഓഫ് ക്രോമോസോം എന്ന് പറയാലോ. അങ്ങനെ പറഞ്ഞാലും ശരി തന്നെയല്ലേ, 23 പെയേഴ്സ് ഓഫ് ക്രോമോസോംസ് എന്ന് നമുക്ക് പറയാം.
ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ആർക്കും. അപ്പൊ 23 പെയർ എന്ന് പറയുമ്പോൾ പെയർ മീൻസ് ഇറ്റ് ഈസ് ലൈക്ക് ജോഡി അല്ലെ. പെയർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ, അതായത് ഫസ്റ്റ് പെയർ ഓഫ് ക്രോമോസോം, സെക്കൻഡ് പെയർ, തേർഡ് പെയർ, എക്സെട്ര എക്സെട്ര. ഇത് 22nd പെയർ ആണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് പെയർ, സെക്കൻഡ് പെയർ, തേർഡ് പെയർ, ഫോർത്ത് പെയർ, ഫിഫ്ത്ത് പെയർ, സിക്സ്ത് പെയർ, ആൻഡ് ദിസ് ഇസ് 22nd പെയർ. ഓക്കെ, റെഡി അല്ലേ? ഈ ലാസ്റ്റ് വരുന്ന ഒരു പെയർ ഉണ്ട്. ലാസ്റ്റ് വരുന്ന പെയർ, ഈ ലാസ്റ്റ് വരുന്ന പെയർ മെയിലില് വേറെ ഫീമെയിലില് വേറെയാണ്. ലാസ്റ്റ് വരുന്ന പെയർ മെയിലില് വേറെ ഫീമെയിലില് വേറെയാണ്. മെയിലാണെങ്കിൽ ഒന്ന് എക്സ് ക്രോമോസോമും പിന്നൊന്ന് വൈ ക്രോമോസോമാണ്. വൈ ചെറുതാണ് എക്സിനേക്കാളും. ഫീമെയിലാണെങ്കിൽ രണ്ടും എന്താണ്? എക്സ് ക്രോമോസോമാണ്. ഫീമെയിലാണെങ്കിൽ രണ്ടും എന്താണ്? എക്സ് ആണ്. മെയിലാണെങ്കിൽ ഒന്ന് എക്സും ഒന്ന് വൈ. അപ്പൊ ഈ ക്രോമോസോമിനെ വിളിക്കുന്ന പേര് സെക്സ് ക്രോമോസോം എന്നാണ്. എന്താ വിളിക്കുക? സെക്സ് ക്രോമോസോംസ്, സെക്സ് ക്രോമോസോം. ബാക്കിയുള്ള 22 പെയറിനെ നമ്മൾ സൊമാറ്റിക് ക്രോമോസോം എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഓട്ടോസോംസ് എന്ന് വിളിക്കാം. റെഡി? 22 പെയർ സൊമാറ്റിക് ആണ്. റിമൈനിങ് 1 പെയർ സെക്സ് ക്രോമോസോം. അത് ആണിലാണെങ്കിൽ ഒന്ന് എക്സും ഒന്ന് വൈയും, പെണ്ണിലാണെങ്കിൽ 2 എക്സും. അതുകൊണ്ട് തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് 2 എക്സ് ആണ്, ആണല്ലോ. മെയിലാണെങ്കിൽ ഒന്ന് എക്സും ഒന്ന് വൈയും ആണ്. അതുകൊണ്ട് തന്നെ ഈ ലേഡി അല്ലെങ്കിൽ ഈ ഗേള്, ഈ മദർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗില് എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഓവം മാത്രമേ ഉണ്ടാവുള്ളൂ. 2 എക്സേ ഉണ്ടാവുള്ളൂ. എന്നാൽ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമില് എക്സ് ക്രോമോസോം കണ്ടെയ്നിങ് സ്പേമും ഉണ്ടാവും, വൈ ക്രോമോസോം കണ്ടെയ്നിങ് സ്പേമും ഉണ്ടാവും. ഇത് ഫ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ എക്സും കൂടി ചേർന്ന് എക്സ് എക്സ്, ഈ എക്സും കൂടി ചേർന്ന് എക്സ് എക്സ്, വൈ ആണ് കൂടി ചേരുന്നെങ്കിൽ എക്സ് വൈ. അപ്പോ എക്സ് എക്സ് എന്ന് പറയുന്നത് ഗേൾ ചൈൽഡ്, എക്സ് വൈ എന്ന് പറയുന്നത് ബോയ് ചൈൽഡ്, ആൺകുട്ടിയായിരിക്കും. അപ്പൊ അതാണ് നോക്കേണ്ടത്. അപ്പൊ അവിടെ ആക്ച്വലി സെക്സ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഗമീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫാദർ ആണ്. ഓക്കെ. ഹോർമോൺസ് അതർ ദാൻ സെക്സ് ഹോർമോൺ, നമുക്ക് വേറെയും കുറച്ച് ഹോർമോൺസ് ഉണ്ട്. സെക്സ് ഹോർമോൺസ് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. അപ്പൊ എന്താണ് ഹോർമോൺസ്? ഹോർമോൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ സബ്സ്റ്റൻസ് ആണെന്ന് ആദ്യം കണ്ണുപൂട്ടി പറഞ്ഞേക്കാം. കെമിക്കലാണ്. ഇത് നിർമ്മിക്കുന്നത് ഗ്ലാൻഡുകളാണ്. ആ ഗ്ലാൻഡുകളെ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്നാണ് വിളിക്കുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡിന് പിന്നെ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്തെങ്കിലും ഈ ഹോർമോണുകൾക്ക് സഞ്ചരിക്കാൻ, ട്രാൻസ്പോർട്ട് ചെയ്യാനായി പ്രത്യേകം കുഴൽ സംവിധാനങ്ങൾ, ഡക്റ്റുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡിനെ ഡക്റ്റിലസ് ഗ്ലാൻഡ് എന്ന് വിളിക്കും. പേര് പോലെ തന്നെ ഡക്റ്റുകളില്ല. ഹോർമോണുകളെ അതിന്റെ ടാർഗറ്റ് സെല്ലിലേക്ക് എത്തിക്കാൻ, ഹോർമോൺ വർക്ക് ചെയ്യേണ്ട സ്ഥലമാണ് ടാർഗറ്റ് സെല്ല്. അപ്പൊ ടാർഗറ്റ് സെല്ലിലേക്ക് ഹോർമോണുകൾ എത്തിക്കാൻ ഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഡക്റ്റിലസ് ഗ്ലാൻഡ്. പിന്നെ എങ്ങനെയാ ഹോർമോണുകൾ സഞ്ചരിക്കുക? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബ്ലഡ് സ്ട്രീമിലൂടെയാണ് സഞ്ചരിക്കുക. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏത് സിസ്റ്റത്തിന്റെ ഭാഗമാണ്? എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ബോഡിയിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം. ആ എൻഡോക്രൈൻ സിസ്റ്റത്തിലെ ഓർഗൻസ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഹോർമോൺസ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്ത ഹോർമോൺസിന് അതിന്റെ ടാർഗറ്റ് സൈറ്റിലേക്ക് പോകാൻ ഡക്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഡക്റ്റിലസ് ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു. ദെൻ ഹൗ ഈ ഹോർമോൺസ് ടാർഗറ്റ്സിലേക്ക് പോകുന്നു? ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഹോർമോൺസിനെ ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യും. ബ്ലഡ് അതിനെ ക്യാരി ചെയ്ത് ടാർഗറ്റ്സിലേക്ക് കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. ഹോർമോൺ കൺട്രോൾ ചേഞ്ചസ് ഡ്യൂറിങ് അഡോളസൻസ്. ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒരു ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നമ്മുടെ ബ്രെയിനിന്റെ പാർട്ടാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഹൈപ്പോതലാമസിന് താഴെയാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ഹോർമോൺ വിച്ച് ഇൻ ടേൺ കൺട്രോൾ പ്രൊഡക്ഷൻ ഓഫ് അതർ ഹോർമോൺ. മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അതുകൊണ്ട് അതിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ കുറച്ച് എൻഡോക്രൈൻ ഗ്ലാൻഡും അതിന്റെ സെക്രീഷനും താഴെ കൊടുത്തിരിക്കുന്നു. നോക്കിക്കോളൂ. ഒന്നാമത് നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മറ്റൊരു ഫംഗ്ഷൻ നോക്കാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് വളർച്ചയ്ക്ക് കാരണമാവുന്ന ഗ്രോത്ത് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് വളരണ്ടേ, അപ്പൊ നോർമൽ ഗ്രോത്തിന് വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോൺ ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്രോത്ത് ഹോർമോൺ. അതിന്റെ മറ്റൊരു പേര് സൊമാറ്റോട്രോപ്പിൻ എന്നാണ് കേട്ടോ. റെഗുലേറ്റ് നോർമൽ ഗ്രോത്ത് ഓഫ് എ പേഴ്സൺ. മറ്റൊരു ഗ്ലാൻഡ് ആണ് അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയുടെ മുകളിൽ കാണുന്ന ഗ്ലാൻഡാ.
കിഡ്നിക്ക് ഒരു തൊപ്പി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? കിഡ്നിക്ക് നിങ്ങൾ ഒരു തൊപ്പി വെച്ച് കഴിഞ്ഞാൽ ആ തൊപ്പി എന്ന് പറയുന്ന സാധനമാണ് അഡ്രീനൽ. അഡ് എന്ന് പറഞ്ഞാൽ നിയർ എന്നാണ് അർത്ഥം, റീനൽ എന്ന് പറഞ്ഞാൽ കിഡ്നിയാണ്. അപ്പൊ കിഡ്നിയുടെ അടുത്ത് കാണുന്നു. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് അഡ്രീനാലിൻ എന്ന് പറയും. അത് നമ്മുടെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യിക്കുന്ന ഹോർമോണാണ്. ഹെൽപ്പ് ബോഡി ടു അഡ്ജസ്റ്റ് സ്ട്രെസ് റിസൾട്ടഡ് ബൈ ആങ്കർ, വെറി എക്സെട്ര. മെയിൻറ്റെയിൻസ് കറക്റ്റ് സോൾട്ട് വാട്ടർ ബാലൻസ്. സോൾട്ട് വാട്ടർ ബാലൻസ് കിഡ്നിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും പിന്നെ അഡ്രീനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അഡ്രീനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. പിന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്. തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോക്സിൻ ആണ്. തൈറോക്സിൻ മെറ്റാബോളിസം കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആണ്. അതിന്റെ ഡെഫിഷ്യൻസി ഡയബറ്റീസ് കോസ് ചെയ്യും. പിന്നെ അത് ഓർത്ത് നോക്കാം. പിന്നെ മുകളിലൊരു സാധനം ഉണ്ട്, വിട്ടുപോയതാണ്, പാൻക്രിയാസ്. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവല് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കൺട്രോൾ കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മെറ്റാബോളിസം ആണ്. ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറക്കുന്ന ആളാണ് ഇൻസുലിൻ. അത് കുറഞ്ഞു കഴിഞ്ഞാൽ, അതിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഡിസീസിലേക്കാണ് നയിക്കുക. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരും. ഇനി തൈറോക്സിന്റെ അളവ് ആണ് കുറയുന്നതെങ്കിൽ ഗോയിറ്റർ, അത് ഗോയിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ടയിൽ ഒരു മുഴ വരുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അയോഡിന്റെ കുറവ് മൂലമാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. അടുത്തത് റോൾ ഓഫ് ഹോർമോൺ ഇൻ കംപ്ലീറ്റിംഗ് ലൈഫ് സൈക്കിൾ, ലൈഫ് ഹിസ്റ്ററി ഓഫ് ഇൻസെക്ട് ആൻഡ് ഫ്രോഗ്. ലൈഫ് സ്പാൻ, ഒരു ഇൻസെക്ടിന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ആദ്യം ആ ഇൻസെക്ട് മുട്ടയിടുന്നു, ലാർവയാവുന്നു, പ്യൂപ്പ ലാർവ, പിന്നെ പ്യൂപ്പയായി മാറി, പിന്നെ പ്യൂപ്പ പൊട്ടി അഡൾട്ട്ഹുഡിലേക്ക് വരുന്നു. അപ്പൊ ഈ ചേഞ്ചസ് ഉണ്ടല്ലോ, അത് ലാർവയിൽ നിന്ന് ഒരു അഡൾട്ടായി മാറുന്നതിന്റെ ചേഞ്ചസിനെയാണ് മെറ്റാമോർഫോസിസ് എന്ന് പറയാം. സോ മെറ്റാമോർഫോസിസ് ചേഞ്ച് ഓഫ് ഇൻസെക്ട് ഫ്രം ലാർവ ടു അഡൾട്ട് ആണ്. അപ്പൊ ആ സമയത്ത് തൈറോക്സിൻ ഹോർമോൺ വളരെയധികം ഹെൽപ്ഫുൾ ആവണം. ഓക്കെ, തൈറോക്സിൻ ഹോർമോൺ വളരെയധികം ഹെൽപ്ഫുൾ ആവണം. ഹോർമോൺസ് ഇൻ ഇൻസെക്ട് കൺട്രോൾ ദ മെറ്റാമോർഫോസിസ് അണ്ടർ ദ ആക്ഷൻ ഓഫ് തൈറോക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദി തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോക്സിൻ ഹോർമോൺ വളരെ ഹെൽപ്ഫുൾ ആവണം ആ ഒരു സമയത്ത്. സോ കൂടെ കാണാം, ഇവിടെ ഒരു അഡൽട്ട് ഫ്രോഗ് മുട്ടയിടുന്നു, ലാർവൽ സ്റ്റേജിലേക്ക് വരുന്നു, ടാഡ്പോൾ വിത്ത് ലെഗ്സ്, യങ് ഫ്രോഗ്, വീണ്ടും മെറ്റാമോർഫോസിസ് ഇൻ ഫ്രോഗ് ആണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ലാസ്റ്റ് റീജിയൻ ആണ്. നമ്മുടെ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ഭാഗം. ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ്. ഫിസിക്കൽ ഒരു ഹെൽത്ത് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫിസിക്കൽ ഹെൽത്ത് മാത്രം പോരാ, ശാരീരിക ആരോഗ്യം മാത്രമല്ല, നമ്മുടെ മൈൻഡും ഹെൽത്തിയർ ആയിരിക്കണം. പിന്നെ സോഷ്യൽ വെൽബീയിങ് വേണം. സോ മെന്റൽ, സോഷ്യൽ, ഫിസിക്കൽ വെൽബീയിങ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഈസ് കൺസിഡർ ഓർ റിഗാർഡഡ് ആസ് ടു ബി ഹെൽത്തി. To keep the body healthy, every human being at any age need to be balanced diet. എല്ലാവരും ഹാവ് ബാലൻസ്ഡ് ഡയറ്റ്, കൃത്യമായ ഭക്ഷണം ശീലമാക്കുക. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അതിൽ റൈറ്റ് പ്രൊപ്പോർഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റും റൈറ്റ് പ്രൊപ്പോർഷൻ ഓഫ് പ്രോട്ടീൻസും വിറ്റാമിൻസും മിനറൽസും റൊഫേജസ്, അപ്പാർട്ട് ഫ്രം റൊഫേജ് ആൻഡ് വാട്ടർ, എല്ലാ ന്യൂട്രിയന്റും പ്രോപ്പർ പ്രൊപ്പോർഷനിൽ ഉണ്ടാവണം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അങ്ങനെയുള്ള മീലിനെയാണ് ബാലൻസ്ഡ് മീൽ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. മസ്റ്റ് ഒബ്സർവ് പേഴ്സണൽ ഹൈജീൻ, നല്ല വൃത്തി ഉണ്ടാവണം, ശുചിത്വം ഉണ്ടാവണം, കുളിക്കണം, നനക്കണം, പല്ല് തേക്കണം. ആൻഡ് അണ്ടർടേക്ക് അഡിക്വേറ്റ് ഫിസിക്കൽ എക്സർസൈസ്, ഫിസിക്കൽ എക്സർസൈസ് ചെയ്യാനും ശ്രമിക്കണം. അത് ന്യൂട്രീഷണൽ നീഡ് ഓഫ് അഡോളസൻ പീരീഡിലുള്ള അവരുടെ ന്യൂട്രീഷന് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് വളർച്ച സംഭവിക്കുന്ന കാലമായതുകൊണ്ട് ന്യൂട്രീഷൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അഡോളസൻ പീരീഡിൽ. Adolescence is a stage of rapid growth and development. So a balanced diet comprising protein, carbohydrate, fat, minerals, vitamin in requisite quantity is essential. തീർച്ചയായിട്ടും വേണം. എല്ലാ തരത്തിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും മിനറൽ എല്ലാവർക്കും ബോഡിക്ക് കിട്ടണം. അയേൺ ബിൽഡ് ബ്ലഡ്, നമുക്കറിയാം അയേൺ ആണ് ബ്ലഡിനെ ബിൽഡ് ചെയ്യുക. ബ്ലഡിലെ RBCയിലെ ഹിമോഗ്ലോബിനെ ബിൽഡ് ചെയ്യുന്നത് അയേൺ ആണ്. ഹീമോഗ്ലോബിൻ ആണ് ശരിക്കും നമ്മുടെ ഓക്സിജനൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുക ബ്ലഡിൽ. സോ അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ അയൺ വേണം. സോ അയൺ റിച്ച് ഫുഡ് നമ്മൾ കഴിക്കണം. ലീഫി വെജിറ്റബിൾ, ജാഗരി, വെല്ലം, മീറ്റ്, സിട്രസ്, ചെറുനാരങ്ങ, ദെൻ ഇന്ത്യൻ ഗൂസ്ബെറി, നെല്ലിക്ക, ഇതൊക്കെ അഡോളസൻ പീരീഡിൽ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ പേഴ്സണൽ ഹൈജീന്റെ കേസ് പറയുകയാണെങ്കിൽ ടേക്ക് ബാത്ത് വൺസ് എ ഡേ, 2 തവണ കുളിക്കുന്നവരാണ് മലയാളികൾ എങ്കിലും ഒരു നേരമെങ്കിലും കുളിക്കാൻ വേണ്ടി, ദിവസം കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് മോർ നെസസറി ഫോർ അഡോളസൻ ടു ഡു it is necessary for adolescent due to increased, അത് കുളിക്കുന്നത് അത്യാവശ്യമാണ്. കാരണം ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് സ്വെറ്റ് ഗ്ലാൻഡ്, നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികൾ അധികമായി ആക്ട് ചെയ്യുക, വിയർക്കാണ് നല്ലോണം. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി സ്മെല് ചെയ്യും. അതുകൊണ്ട് നമ്മൾ കുളിക്കുന്നത് അത്യാവശ്യമാണ്. ഓൾ പാർട്ട് ഓഫ് ദ ബോഡി ഷുഡ് ബി വാഷ്ഡ് ആൻഡ് ക്ലീൻഡ് എവറി ഡേ. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും കൃത്യമായി വൃത്തിയാക്കുകയും കഴുകുകയും ആവശ്യമാണ്. ഫിസിക്കൽ എക്സർസൈസ് ആണ് അടുത്ത പറയുന്നത്. അഡോളസൻസ് ഷുഡ് വാക്ക്, എക്സർസൈസ് ആൻഡ് പ്ലേ ഔട്ട്ഡോർ ഗെയിംസ്. എന്തെങ്കിലുമായിട്ട് ഒരു എക്സസൈസിൽ എൻഗേജ് ചെയ്യണം. ഇവൻ നടന്നാൽ മതിയാവും, രാവിലെ എഴുന്നേറ്റ് കുറച്ച് നടന്നാൽ മതി.
അതല്ലാതെ ജിമ്മിൽ പോകണം എന്നൊന്നും അല്ല പറയുന്നത്. സിംപ്ലി ഡൂ സം എൻഗേജിങ് ആക്ടിവിറ്റീസ് ലൈക്ക് യു ക്യാൻ വാക്ക് ഓർ യു ക്യാൻ ഡൂ സം ലൈറ്റ് പുഷപ്സ് ഓർ ലൈറ്റ് എക്സർസൈസ് ഒക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇൻ ഫ്രഷ് എയർ ടു കീപ് ദംസെൽഫ് ഫിറ്റ് ആൻഡ് ഹെൽത്തി. മനസ്സിലായോ? റെഡി. ദെൻ വെരി ഇമ്പോർട്ടൻ്റ്ലി സേ നോ ടു ഡ്രഗ്സ്. ഡ്രഗ്സിനോട് നോ പറയാൻ പഠിക്കണം. ഡ്യൂറിങ് ടീനേജ് എനിവൺ മൈറ്റ് ഗെറ്റ് അഫക്റ്റഡ് ബൈ നെഗറ്റീവ് എനർജി സറൗണ്ടിങ് ഹിം. അല്ലേ, ടീനേജ് കാലഘട്ടത്തിൽ ഐ ടോൾഡ് യു ലേണിംഗ് അല്ലെ, അറിയാനുള്ള ആഗ്രഹം വളരെ കൂടുതലായിരിക്കും. സോ ഒരുപാട് നെഗറ്റീവ് എനർജി അവരുടെ ചുറ്റിലും ഉണ്ടാവും. അറ്റ് സച്ച് ടൈം ഫാളിംഗ് ഫോർ ഡ്രഗ്സ് ക്യാൻ റൂയിൻ യുവർ ലൈഫ്. അപ്പൊ ഡ്രഗ്സിലേക്ക് വീഴുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ താറുമാറാവും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അഡോളസൻ ഈസ് എ പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ചേഞ്ചസ് ഇൻ ബോത്ത് മൈൻഡ് ആൻഡ് ബോഡി. നമ്മുടെ ബോഡിക്കും മൈൻഡിനും ചേഞ്ച് വരുന്ന സമയം. ഇറ്റ് ഈസ് നോർമൽ ടു ഫീൽ ആക്റ്റീവ് ഡ്യൂറിംഗ് ദിസ് ടൈം ആൻഡ് ദർ ഈസ് നോ നീഡ് ടു ഫീൽ കൺഫ്യൂസ്ഡ് ഓർ ഇൻസെക്യൂർ. കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല, ആക്റ്റീവായി പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇഫ് സംവൺ സജസ്റ്റ് ദാറ്റ് ഡ്രഗ് ക്യാൻ മേക്ക് യു ഫീൽ ബെറ്റർ, ആരെങ്കിലും നിങ്ങൾക്ക് പിന്നെ ഇൻസെക്യൂർഡ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ഡ്രഗ്സ് കഴിച്ചാൽ ഇതൊക്കെ റെഡി ആവും, ബെറ്റർ ആവും എന്ന് പറയുന്നതാണെങ്കിൽ, സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, യു ഷുഡ് സേ വാട്ട്? യു ഷുഡ് സേ നോ, നോ, നോ എന്ന് പറയാൻ ശ്രമിക്കണം. അൺലെസ് പ്രിസ്ക്രൈബ് ബൈ ഡോക്ടർ. മരുന്നുകൾ, ഇപ്പൊ ഡ്രഗ്സ് വരും മരുന്നുകളുണ്ട്, മരുന്നുകൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാണ്, ഡോക്ടറോട് നോ എന്ന് പറയരുത്. അതല്ലാതെ നെഗറ്റീവായിട്ട് ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്ത് ഡ്രഗ്സ് മയക്കുമരുന്ന് നിങ്ങൾക്ക് തരികയാണെങ്കിൽ യു ഷുഡ് സേ നോ. ഡ്രഗ്സ് ക്യാൻ ബി അഡിക്റ്റീവ്. ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഡ്രഗ്സ് അഡിക്റ്റീവ് ആണ്. മീനിങ് വൺസ് യു ട്രൈ ഒരിക്കൽ ട്രൈ ചെയ്താൽ യു മേ വാണ്ട് ടു കീപ് യൂസിങ് ദം. പിന്നീട് വീണ്ടും അത് ലഹരിയായിട്ട് നമ്മൾ വീണ്ടും അത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കും, വിച്ച് ഈസ് ഹാംഫുൾ. യൂസിങ് ഡ്രഗ്സ് ക്യാൻ ഡാമേജ് യുവർ ബോഡി, റൂയിൻ യുവർ ഹെൽത്ത്, ഹാപ്പിനെസ് ഇൻ ദ ലോങ് റൺ. ഒരുപാട് കാലത്തേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ ഇത് ഡാമേജ് ചെയ്യുന്നു, നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ഇത് ബാധിക്കുന്നു, ഹാപ്പിനെസ്സിനെ ബാധിക്കുന്നു. ഓക്കെ. എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇറ്റ്സ് എ ഡേഞ്ചറസ് ഡിസീസ് കോസ്ഡ് ബൈ വൈറസ് കോൾഡ് HIV. HIV can be transmitted from infected person to healthy person by sharing needles for injecting drugs. അപ്പൊ ഡ്രഗിന്റെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ട് പല ആൾക്കാരും ഡ്രഗ്സ് ബോഡിയിൽ ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറ്റും. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇഫ് എനിബഡി ഈസ് HIV പോസിറ്റീവ് ഇൻ ദാറ്റ് കേസ്, HIV എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൈറസ് വിച്ച് കോസ് കണ്ടീഷൻ കോൾഡ് എയ്ഡ്സ്. എയ്ഡ്സ് ഈസ് എ കണ്ടീഷൻ വെർ വിച്ച് വൺസ് ബോഡി ഇമ്മ്യൂണിറ്റി ഈസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ്. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ സംവിധാനം തകരാറിലാവുന്ന അവസ്ഥയാണ്. ഒരുപാട് ഡിസീസ് മാറി മാറി വന്ന് ഫാറ്റാലിറ്റിയിലേക്ക് കോസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. സോ എയ്ഡ്സ് കോസ് ചെയ്യുന്ന വൈറസാണ് HIV. സോ HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. സോ ഇവിടെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ നീഡിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് കമ്പോണൻസ് പരസ്പരം എക്സ്ചേഞ്ച് ആവുകയും ഈ HIV പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി പാസ്ഡ് ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ഹെർ ബേബി ഓൾസോ. ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ വരുന്നത് മറ്റൊരു കേസാണ് പറയുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. HIV can be also transmitted through sexual contact with the infected person. ഒരാൾ ഇൻഫെക്റ്റഡ് ആണ്, HIV പോസിറ്റീവ് ആണ്, അവരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ എയ്ഡ്സ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റേ അവേ ഫ്രം ദ ഡ്രഗ്സ് ടു പ്രൊട്ടക്ട് യുവർ സെൽഫ് ഫ്രം ഹാംഫുൾ ഡിസീസസ് ലൈക്ക് എയ്ഡ്സ് ആൻഡ് ഓൾസോ ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്. അതുകൊണ്ട് തന്നെ ഡ്രഗ്സിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഒഴിവായി നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. വളരെ മീനിങ് ആയ, വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. തീർച്ചയായിട്ടും ഒരു മാർക്ക് സ്കോർ ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് വളരെ മീനിങ് ആയിട്ട് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ കൃത്യമായി ലൈഫിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, നമുക്ക് ജീവിക്കേണ്ട രീതി ചൂസ് ചെയ്യേണ്ട റൈറ്റ് നമുക്കാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലെ, ഞാൻ എങ്ങനെ നടക്കണം, ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അത് നിങ്ങളുടെ ചോയ്സ് ആയിട്ട് വരുമെങ്കിലും ഏതൊക്കെ രീതിയിൽ പോകാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ സഞ്ചരിക്കേണ്ടതുണ്ട് എന്നും പറയുന്നുണ്ട് ഈ ചാപ്റ്റർ. സോ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് പ്രധാനമായും സൂചിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ, വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. പരീക്ഷയ്ക്ക് മികച്ച മാർക്ക് സ്കോർ ചെയ്യുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി ചാപ്റ്ററിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്.